അല്ല നിങ്ങളെവിടെ? ഞാതാ. അല്ല നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിക്കുക? നമ്മ കല്യാണത്തിന് പോണ്ടേ? ഇവിടുത്തെ കഴിച്ചു പോയ എങ്ങനെയാ ശരിയാവാ? കല്യാണത്തിന് അവിടുത്തെ കുറച്ച് കഴിക്കില്ല ഞാൻ ആരാ അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ അവിടുത്തെ ആ ഏരിയയിൽ മുഴുവൻ ധ്യാനത്തിന്റെയും യോഗേന്റെയും ഒക്കെ ക്ലാസ് എടുക്കണ മാഷ. അപ്പൊ ഞാൻ അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം നമുക്ക് എപ്പോഴും ലിമിറ്റ് ചെയ്യണം, കുറച്ചേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഭക്ഷണമാണ് ശരിക്കും നമ്മളെ ആരോഗ്യത്തിന് ഹാനികരം. ജാസ്തി കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ ഞാൻ അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കണം. ഇത്ര അടക്കം ഞാൻ അവരോട് പറഞ്ഞ ഓരോരുടെ ഇടയിൽ പോയിട്ട് ഞാൻ ജാസ്തി ഭക്ഷണം കഴിക്കാണ്ട് കഴിഞ്ഞാൽ ഓരെന്താ വിചാരിക്കുക ഈ ഉപദേശമൊക്കെ പറഞ്ഞിട്ട്? പിന്നെ ഞാൻ എങ്ങനെയാ ഭക്ഷണം കഴിക്കാന്ന് ഓരോട് പറഞ്ഞു നിങ്ങൾക്കറിയോ? അതായത് 3 ദിവസം കൂടുമ്പോൾ ഒരു ദിവസം മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞത്. അപ്പം അതിന്റെ കാര്യം എന്താ വെച്ചോ, ഞാൻ അവിടെ പോയിട്ട് 3ാമത്തെ ദിവസമാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത്. ഇതുവരെ 2 ദിവസം പട്ടിണി കിടക്കാന്ന് പറഞ്ഞത്. ഇനി അവിടെ പോയാൽ ഞാൻ കുറച്ചേ കഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചോ, ഓര് വിചാരിക്കണം മാഷ് കണ്ടില്ലേ എത്ര സത്യസന്ധമായിട്ടാണ് മാഷെ ആ ഡെഡിക്കേഷൻ കണ്ടില്ലേ ആ ഭക്ഷണത്തിനോടില്ലേ എന്ന് പറയണം. എനിക്ക് അവിടുത്തെ വെച്ചുക്കും ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ.